എന്താ അമ്മാവ? അമ്മാവൻ എന്താ പറയാനുള്ളത്? നീ ഉറങ്ങില്ല? കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി നീ ഉറങ്ങുകയാണ്. രണ്ടും എനിക്ക് ഒരുപോലെ അമ്മാവ. ഉറങ്ങുമ്പോൾ ഞാൻ ഉണർന്നിരിക്കും. ഉറക്കം വരുന്നുണ്ടെങ്കിൽ മുൻവശത്തെ മുറിയിൽ കിടക്കാം. ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. എനിക്കിത് തന്നെ ധാരാളം. ജയിലിലെ സിമന്റ് തറയിലൊക്കെ കിടന്ന് ശരീരത്തിന് നല്ല ഉറപ്പാ. പഞ്ഞു പോലത്തെ പതുപതത്തെ തറയിൽ കിടന്നാൽ. ഗുഡ് മോർണിംഗ്. ഇരിക്കെ. സൈലൻസ്, സൈലൻസ്. Roll number 1. Present teacher. Roll number 2. Present teacher. 3. Present teacher. 4. Present teacher. 5. Present teacher. 6. Present teacher. 7. Present teacher. 7. Present teacher. 5. Present teacher. 4. Present teacher. 7. 2. Present teacher. 9. സാറ് ഹോസ്പിറ്റലാന്നറിഞ്ഞു, ഒന്ന് കാണാൻ വന്നതാ. അതിനെന്താ? രോഗി അവശതയിലായിരിക്കും, കിടപ്പിലായിരിക്കും എന്നൊക്കെയാ ഞങ്ങള് കരുതിയത്. ഇതിപ്പോ തലയിൽ കെട്ടുണ്ടെന്നല്ലാതെ രോഗിയെ മനസ്സിലാവില്ല. അതിന് അങ്ങനെ ആവശ്യത്തിലുള്ള രോഗമൊന്നും ഇല്ലല്ലോ. ഒരു ദിവസം വിശ്രമിക്കാൻ കണ്ടൊരു വഴിയെ. ഇത് എന്തു പറ്റിയതാ സാർ? ഇരുട്ടത്ത് ഒരു കല്ലി തട്ടി വീണതാ. വീഴ്ചയില് തലയെവിടെയോ ഒന്ന് തട്ടിയതാ, അത്രേ ഉള്ളൂ. ഇപ്പൊ സമാധാനമായോ? എന്താ ഒരു സ്വകാര്യം? അല്ല, ഈ നിസാര കാര്യത്തിന് ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കിയത് എന്തൊക്കെയെന്ന് അറിയോ? എന്തൊക്കെയാ ചിലര് ചിന്തിച്ചു കൂട്ടിയത്? സമാധാനമായല്ലോ എന്ന് പറഞ്ഞതാ. നിങ്ങൾക്ക് തരാനിവിടെ ഓറഞ്ച് തീർന്നു. ചായ ഉണ്ടായിരുന്നത് ഞാൻ കുടിച്ചു, അത് തീർന്നു. എന്നാ പോയി വാങ്ങിച്ചോണ്ട് വാ. ഇവിടെ ക്യാൻറ്റീനിൽ പോയി വാങ്ങിച്ചാ മതി. നീ ചെല്ലേ. അതിന് ക്യാൻറ്റീൻ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മോളെ, നിനക്ക് വല്ലതും പറ്റിയോ? ഓ, ഒന്നുമില്ല. നേര് പറ, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാ. സാരല്ലമ്മേ, ഇച്ചിരി വേദനയുണ്ട്, അത് ബാമ തേച്ചാ മാറിക്കോളും. സമാധാനമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാ. ഇവിടെ ആ നരകം വന്നു, അതോടെ തീർന്നു സകലതും. മോളെ, നിനക്ക് ബുദ്ധിമുട്ട് വല്ലതും തോന്നുന്നുണ്ടോ? ഒന്നുമില്ല അച്ഛാ. എന്നാലും അവനിങ്ങനെ ചെയ്തല്ലോ. അവന് പ്രാന്താവിച്ചോട്ടാ. ഞാൻ ഓടി ചെല്ലുമ്പോ അവൻ ഇവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് നിൽക്കുവാണെന്നേ. ഇവളാണെങ്കിൽ അടിക്കി ഇടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വിടണ്ടേ അവൻ? നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? പോലീസിൽ അറിയിക്കേ. സകലരെയും കൊല്ലുന്നു പറഞ്ഞല്ലേ പോയിരിക്കുന്നേ. അങ്ങനെ നിസ്സാരമായി കാണണ്ട. നിസ്സാരമായി കണ്ടതുകൊണ്ടല്ല, എടുത്തു ചാടി ഒന്നും ചെയ്യണ്ടെന്ന് കരുതിയിട്ടാ. പോലീസിൽ അറിയിച്ചാൽ അവരിവിടെ അന്വേഷണത്തിന് വരും. പിന്നെ സകല കാര്യങ്ങളും നമ്മൾ വെളിപ്പെടുത്തേണ്ടി വരും. ചിലപ്പോൾ അതൊക്കെ അയൽക്കാരറിയും. ഇവൻ ഇതൊക്കെ കളിക്കിട്ട് നാളെ എത്രയായോ എന്തോ. ഈ ബാംഗ്ലൂർ എന്ന് പറയുന്നത് വെള്ളം കിട്ടാത്ത വല്ല നാടുവാണോ? നിനക്കിതൊക്കെ വല്ലപ്പോഴൊന്ന് അലക്കി ഇട്ടൂടെ ചെറുക്ക? അതെങ്ങനെയാ? നിന്റെ കോലം കണ്ടാ മതിയല്ലോ. കുളിയും നനയൊന്നുമില്ലാന്ന് ഏത് പൊട്ടക്കണ്ണന് മനസ്സിലാവും. അല്ല പിന്നെ വേണ്ട, അതൊന്നും അലക്കണ്ട. അവിടെ ഇട്ടേക്കും. അലക്കണ്ടാന്നോ? ഇതൊക്കെയോ? ഇതിപ്പൊ തന്നെ നാറിയിട്ട് വയ്യ. അലക്കണ്ടെന്നല്ലേ പറഞ്ഞത്? ഇതൊക്കെ ഞാൻ അലക്കിക്കോളാം. ആ, നീ അലക്കിക്കോളാന്നോ? ഇത് പുതുമയാണല്ലോ. ചേച്ചിയോടല്ലേ പറഞ്ഞത്? എന്റെ അതൊക്കെ ഞാൻ അലക്കിക്കോളാം. അതവിടെ ഇട്ടേക്കും. നീ കൊറേ അലക്കും, അതിന്റെ ഗുണം ഡേ കാണാനുണ്ട്. അല്ലെങ്കിലും ഇത്രയും കാലം നിന്റെ ഡ്രസ്സൊക്കെ ഞാനല്ലേ അലക്കിക്കൊണ്ടിരുന്നേ. എന്റെ തെക്കിങ്ങത്താ. മാറി നിക്കടാ, അവന്റെ ഒരു കുഞ്ഞുകളി. ഇതൊക്കെ അലക്കിയിട്ട് എനിക്ക് പഠിക്കാനുള്ളതാ. മാറി നിന്നേ അങ്ങോട്ട്. അവിടെ നിക്ക്. ഇതൊക്കെ ഇവിടെ താ. നീ എന്തേ കാണിക്കുന്നേ? രാഹുലേ, നീ മാറി നിക്ക്. തരാനല്ലേ പറഞ്ഞത്? ആഹാ,
നീ ബാംഗ്ലൂർ പോയപ്പോഴേക്കും അത്രയ്ക്ക് ശക്തിമാനായോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. അമ്പട ഇങ്ങോട്ടോ, തരാനല്ലേ പറഞ്ഞേ? ഇങ്ങോട്ട് തരാൻ. വിടാനല്ലേ പറഞ്ഞേ? തരാനല്ലേ പറഞ്ഞത്? എന്നാ നീ വാങ്ങുന്ന എനിക്കൊന്ന് കാണണം. വിട്. ഇങ്ങോട്ട് താ. ഇങ്ങോട്ട് തരാൻ. തരാനല്ലേ പറഞ്ഞത്? മാറടാ. നിന്നോട് വിടാനാ പറഞ്ഞ. തന്നിട്ട് പോൻ. എന്താടാ ഇത്? പതുക്കെ. അതങ്ങത്താ. നിന്നോടാ ചോദിച്ചത് ഇതെന്താന്ന്. ബഹളം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞില്ലേ? ആരും അറിയണ്ട. അതങ്ങ് തന്നേക്ക്. ഇതെന്താണെന്ന് പറയാതെ തരുന്ന പ്രശ്നമല്ല രാഹുൽ. സത്യം പറ, എന്താ ഇത്? അമ്മവാ, മോശപ്പെട്ട ഒരു സ്ഥലത്തേക്ക് എന്റെ ചേച്ചി അയക്കുന്ന അമ്മാവന് തോന്നുന്നുണ്ടോ? എല്ലാം അന്വേഷിച്ച് ബോധ്യപ്പെട്ടതുകൊണ്ടല്ലേ ഞാൻ ഈ ആലോചനയുമായി ഇങ്ങോട്ട് വന്നത്. അമ്മാവും മറുത്ത് ഒന്നും പറയണ്ട. സേനൻ സാറിനോട് പെണ്ണ് കാണാൻ വരാൻ പറയാൻ പോവാ ഞാൻ. ചേച്ചിയുടെ എതിർപ്പൊക്കെ താനും മാറിക്കോളൂ. ഞാൻ എതിർക്കാനോ അനുകൂലിക്കാനോ പോയില്ല. കാരണം എനിക്കെന്ന് സ്വന്തമായിട്ട് ഇഷ്ടാനിഷ്ടങ്ങളൊന്നുമില്ല. അച്ഛനും അമ്മയും എന്തു പറയുന്നോ അതനുസരിക്കാം, അത്രയാണ്. ചന്ദ്രസേനൻ നല്ലവനാണെന്ന് രാഹുൽ പറഞ്ഞു. അച്ഛനും അമ്മയ്ക്കും എതിർപ്പൊന്നുമില്ല. അങ്ങനെ ഒരു ദിവസം രാഹുലിനും 2 കൂട്ടാളികൾക്കൊപ്പം പെണ്ണ് കാണാനെത്തി. നീ കണ്ടിട്ടുള്ളതല്ലേ ചെറുക്കനെ? മുമ്പൊരിക്കെ രാഹുലിന്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. നീ സംസാരിച്ചെന്നൊക്കെയാണല്ലോ കേട്ടത്. ആളെ ഇഷ്ടപ്പെട്ടോടി? ആന്റി, എനിക്ക് ഇഷ്ടമില്ല, ഇഷ്ടക്കേടുമില്ല. അച്ഛനും അമ്മയും രാഹുലും നല്ലതാണെന്ന് പറയുന്നു. ഞാൻ അവരുടെ വാക്കിനനുസരിച്ച് ഒരു പാവ ചലിക്കുന്നത് പോലെ ചലിക്കുന്നു, അത്ര തന്നെ. ചെറുക്കൻ വലിയ കോടീശ്വരനല്ലേ? നിന്റെ ഭാഗ്യം. കോടികൾ കയ്യിലുള്ളതൊന്നും ഒരു ഭാഗ്യമല്ല ആന്റി, ഭാരോ. നീ വേഗം ഒരുങ്ങാൻ നോക്ക്, അവര് വരാറായും തോന്നുന്നു. വിശ്വേട്ടൻ ചന്ദ്രശേഖരനെ കുറിച്ച് ശരിക്കും തിരക്കിയല്ലോ അല്ലേ? തിരക്കിയോ എന്ന് ചോദിച്ചാ ഞാൻ അയാളുടെ ഓഫീസിലൊന്നും പോയിട്ടുണ്ട്. പിന്നെ എല്ലാം രാഹുൽ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ രാമേന്ദ്ര. അത് മതിയോ വിശ്വേട്ട? നമ്മൾ പെണ്ണിനെ അങ്ങോട്ട് കൊടുക്കുക. കളിപ്പ് പറ്റിയ പിന്നെ ജീവിതകാലം മുഴുവൻ കണ്ണീര് കുടിക്കേണ്ടി വരും. രാഹുലിനാ ചന്ദ്രസേനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നത്. അവന്റെ മുതലാളിയല്ലേ. അത്ര മോശക്കാരനാണെങ്കിൽ രാഹുൽ ഇങ്ങനെ ഒരു ആലോചന പറയില്ലല്ലോ. ആലോചന മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. കേട്ടിടത്തോളം കുറ്റം പറയാനും ഇല്ല. പക്ഷേ നാടില്ല, വീടില്ല, ബന്ധുക്കൾ ആരുമില്ല എന്നൊക്കെ പറയുന്നതാ എനിക്ക് ദഹിക്കാത്തത്. ആ, ഏതായാലും അവരിപ്പോ വരുമല്ലോ. സംശയം എന്തേലും ഉണ്ടേല് നേരിട്ട് ചോദിച്ചോളൂ. ആ, അവര് വന്നെന്ന് തോന്നുന്നു. ആ, നോക്കാം. ആ, നീ ആള് കൊള്ളാം. നീ വിരുന്നുകാരുടെ കൂടെ കൂടിയോ? ഇവിടെ നിന്ന് മുഴുവൻ കാര്യങ്ങളും ചെയ്യേണ്ടവനാ. വഴിതെറ്റി പോകണ്ടല്ലോ എന്ന് കരുതി ഞാനും അവരുടെ കൂടെ കൂടിയെന്നുള്ളൂ അങ്ങളെ. ഇത് സേന സാറിന്റെ അടുത്ത ഫ്രണ്ടാ, ശിവാനന്ദൻ. ഇവൻ ഇതുവരെ ഇറങ്ങി. മണവാളം നാണിച്ചകത്തിരിക്കുകയാണോ? ഇറങ്ങി വാ, 4 പേര് കാണട്ടെ ഇറങ്ങണേ. ഇതെന്റെ അപ്പച്ച. ഞാൻ പറഞ്ഞത് പെണ്ണിന്റെ കാര്യമാണ്. അയാൾക്ക് കല്യാണത്തിന് താലി ചാർത്താൻ എന്റെ മോളുണ്ടാകും. ഈ കല്യാണത്തിന് സമ്മതമാണോ എന്ന് നീ എന്നോട് ചോദിച്ചിട്ടുണ്ടോ?